ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഉറങ്ങാൻ പോവുകയായിരുന്നു. ഉറങ്ങുന്ന സമയം ഇന്ന് കറക്റ്റാണ്. അതേ കണ്ടില്ല, 10:38. 5 മിനിറ്റിലേക്ക് ഉറങ്ങണം. 10:45 കിടക്കണം. 4:30 എണീക്കണം. 45 5-മുക്കാൽ മണിക്കൂറാ. താൽക്കാലികമായിട്ട് അത് മതി. ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി ഫോണും കുഴപ്പമില്ല. സെക്കൻഡറി പിന്നെ തേർഡ് 3 സെറ്റ് ഉണ്ട്. ടെർഷറി എന്ന് പറയുക, അത് അങ്ങനെ എല്ലാ ഫോണുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കിടന്നുറങ്ങിയാൽ മതി. പക്ഷെ ഉറങ്ങാനായിട്ട് തല സമ്മതിക്കണില്ല. ഇപ്പം ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്രയും ടൈമൊക്കെ നോക്കി, ഇത്രയും സെറ്റ് ചെയ്ത്, ഇത്ര ഷെഡ്യൂൾ ചെയ്ത്, ഇങ്ങനെയൊക്കെ ഉറങ്ങി, ഇങ്ങനെയൊക്കെ എണീറ്റ്, ഇങ്ങനെയൊക്കെ ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നു. ഇപ്പം എൻ്റെ റൂമിലുള്ള എൻ്റെ ഒപ്പമുള്ള വ്യക്തി, അതായത് ഇതായിരിക്കുന്ന വ്യക്തി എൻ്റെ ഒപ്പമുള്ളതാ. പക്ഷെ പുള്ളിക്ക് ഇത് എന്തെങ്കിലും അറിയണോ? എൻ്റെ ഒപ്പം പഠിക്കുന്ന ആളാ, ജോലിക്ക് പോകണ്ട, ഒന്നും പോകണ്ട. പുള്ളിയുടെ സർക്കാർ കാശ് അയച്ചു കൊടുക്കും, പുള്ളിയുടെ വീട്ടുകാരെ കാശ് അയച്ചു കൊടുക്കും. ലക്ഷറിയാണ്. അതൊരു പ്രിവിലേജാണ് അല്ലേ? എനിക്ക് ആ പ്രിവിലേജ് ഇല്ല. പക്ഷേ എനിക്ക് വേണ്ട ഒരു സാധനം തരുന്നുണ്ട് എൻ്റെ വീട്ടുകാർ. അത് ഞാൻ എപ്പോഴും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയും, എൻ്റെ ഫീസ് എൻ്റെ വീട്ടുകാരാണ് തരുന്നത്. അത് എനിക്ക് അടയ്ക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റായികയില്ല. പക്ഷെ ഞാൻ പട്ടിണി കിടക്കേണ്ടി വരും. പിന്നെ ഞാൻ എൻ്റെ ഈ ജോലിയുടെ കൂട്ടത്തിൽ ഒരു ചെറിയ കോഴ്സും കൂടി പഠിക്കുന്നുണ്ട്, മെഡിസിൻ. അപ്പോൾ അതിൻ്റെ ഒരു തലവേദന ഉള്ളതുകൊണ്ട് എനിക്ക് ഫീസിനെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, എങ്ങനെ നോക്കിയാലും പറ്റില്ല. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു സമ്മറി ആയിട്ട് പറയാനുള്ള സ്കീം എന്ന് പറയുന്നത്, ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുന്ന 2 പേർക്ക് 2 ലൈഫാണ്. പക്ഷെ പുള്ളിക്ക് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ പുള്ളിയുടെ വീട്ടുകാർ കനിയണം. എനിക്ക് എൻ്റെ എന്തെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഒരു ഈ വീഡിയോ എടുക്കുന്ന ഫോൺ പോലത്തെ ഒരു ഫോൺ മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നടത്താനായിട്ട് ആരോടും ചോദിക്കണ്ട. ഡിസിഷൻ എടുക്കുക, പോവുക, സാധനം മേടിക്കുക. അത് എന്ത് കാര്യമാവട്ടെ, ഇപ്പോൾ യാത്ര ചെയ്യാനാവട്ടെ, എന്തിനാവട്ടെ. പക്ഷേ പുള്ളിയുടെ ഓൾറെഡി നല്ല കാശുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ INRൽ ചിലവ് നടത്തുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ഞാൻ കുറേ ആൾക്കാർ ഇവിടെ കണ്ടിട്ടുണ്ട്, വീട്ടുകാരെ മുടിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നത്. എൻ്റെ കയ്യിൽ അതില്ല, എൻ്റെ കയ്യിൽ ഇതില്ല, ഉണ്ടാകാം, പക്ഷേ ഇങ്ങനെ മുടിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവർ. ഇപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറ്റിക്കുക. ഞാൻ ആകപ്പാടെ ആലോചിക്കാറുള്ള കാര്യം ഇത്രേ ഉള്ളൂ, അവർക്കൊരു ജീവിതമുണ്ട്, നിങ്ങളെപ്പോലെ അവരും ഒരു മനുഷ്യരാണ്. അതായത് നിങ്ങളെ വളർത്തി വലുതാക്കി ഏത് രാജ്യത്തേക്കാണോ വിട്ടേ, അവർക്കും ഈ പറയുന്നൊരു ലൈഫുണ്ട്. അവരെ കട്ടുമുടിപ്പിക്കാതിരിക്കുക. അവരും നിങ്ങളുടെ ചോരയാണ് എന്നുള്ളൊരു റിയലൈസേഷൻ കൊണ്ടുവരിക. കാരണം എനിക്ക് പരിചയമുള്ള കുറേ പേരുണ്ട് വീട്ടുകാരെ പറ്റിക്കുന്നത് നല്ല രീതിയിൽ. നിങ്ങൾ അങ്ങനെ ആവാതിരിക്കുക. ഇനിയിപ്പോൾ വിദേശത്തേക്ക് പോകാനിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കിടന്നുറങ്ങട്ടെ. ഇതിന് ഈ തേങ്ങയുടെ മൂടൊക്കെ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോ വാർത്തകൾ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഓരോ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വിദേശത്ത് വന്ന് നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോലി ഒപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഗ്രാജുവലി നിങ്ങളൊരു സാധനം അറ്റൈൻ ചെയ്യും. അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡം. അത് ചെറിയ കാര്യമല്ല, നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾ അതുവഴി പല സാധനങ്ങളും പഠിക്കും. മണി മാനേജ്മെൻറ്റ്, ചില്ലറ പരിപാടിയല്ല, അത് പഠിക്കും. അതിൽ ഉപരിയായിട്ടും റോളിങ്. അത് നിങ്ങളെ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരാളെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ക്യാഷ് റോൾ ചെയ്ത് കളിക്കാം. അത് വാക്കിന് വ്യവസ്ഥയുള്ള ടീമിന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പറ്റിക്കാൻ നടക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇതൊക്കെ ഗ്രാജുവലി ഞാൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ഇന്നെന്തായാലും കിടന്നുറങ്ങട്ടെ. കുറേ കാര്യങ്ങൾ തലയിലുണ്ട്, എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാൻ പാടില്ല. ചിന്തകൾ വളരെ വളരെ വളരെയധികം കൂടി. ഐ ഹാവ് നോ ഐഡിയ വൈ. അപ്പോൾ എന്തായാലും ശരി കേട്ടെ. ഫുഡ് ഞാൻ അടയ്ക്കാറില്ല കേട്ടോ. എൻ്റെ ചോറ്റുപാത്രം തുറന്ന് വെച്ചേക്കാറുണ്ട് ഒരു 10%. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടച്ചു വെച്ച് കഴിഞ്ഞാൽ കാലത്തേക്ക് വലിക്കും. അപ്പോൾ ഇത്തിരി തുറന്ന് വെക്കണം. എന്നൊരു കാലത്ത് 4:30 എണീക്കും. 4:30 എണീറ്റിട്ട് ചട്ടപ്പട്ട എന്ന് പറഞ്ഞ് 15 മിനിറ്റിൽ ഇറങ്ങി ഓടുന്നത്. 15 മിനിറ്റാണ് എൻ്റെ റൂൾ. 5 മിനിറ്റിൽ ഇത്, 5 മിനിറ്റിൽ അത്, 5 മിനിറ്റിൽ അതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരി, കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബ്രേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കബാബ് ഷോപ്പിൽ പോകുന്ന കലാപരിപാടി നഹി. 1, ശമ്പളം വരാത്തത്. 2, ഇന്ന് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു കയ്യിൽ. അതുകൊണ്ട് തന്നെ ഫുഡ് കൊണ്ടുവന്നു. ഇന്നലെ നിങ്ങൾ കണ്ടുവന്ന് എനിക്കറിയാം, പാക്കിങ് കാര്യങ്ങളൊക്കെ. സ്റ്റിൽ ഇതാണ് നമ്മുടെ ഫുഡ്. കറി കാണിച്ചില്ല. അപ്പോൾ കറി എന്ന് പറയുന്നത് നല്ല ഡ്രൈ ഫ്രൈ ചെയ്ത പോർക്ക്, നെല്ലിക്ക അച്ചാർ, നാരങ്ങ ചുറുക്കിയിലിട്ട് ചെയ്തൊരു പരിപാടി. ഇത് ഞാനുണ്ടാക്കിയത്. ഇത് കടയിൽ നിന്ന് മേടിച്ച്. രണ്ടും അടിപൊളിയാണ്. വായിൽ അപ്പോഴേക്കും വെള്ളം വന്നു. ഞാൻ ഇങ്ങനെ കഴിക്കാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാരങ്ങയില്ല, അതിങ്ങനെ ഒരു കഷ്ണം ഇടാം. ഇവിടെ പോർക്ക് ഇടാം. അയ്യോ, ഈ ഇടത് കൈ വെച്ച് കഴിക്കാൻ ഇത്തിരി പാടാം, എന്നാലും കുഴപ്പമില്ല.
ഇങ്ങനെ എടുക്കുക. അയ്യോ വലിയ പീസാണല്ലോ, കുഴപ്പമില്ല, വായ ഇത്തിരി ആർഭാടായിട്ട് തുറന്നാൽ മതി. എങ്ങനെയാണ് വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ. ആ നാരങ്ങയുടെ പുളിയും ആ പോർക്കിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ എൻ്റെ മോനെ, ഇത് പെപ്പർ മാത്രം ഇട്ട് വെക്കണോണ്ട് സെറ്റാണ്. നാടൻ പെപ്പർ, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന, എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ച പെപ്പർ. അങ്ങനെ പോകുന്നു ബ്രേക്ക്. ടേസ്റ്റ്. ഇന്ന് തീർപ്പാവും എന്ന് പറഞ്ഞ കാര്യത്തിന് തീർപ്പായിട്ടുണ്ട്. തീർപ്പാകില്ല എന്ന് വെച്ചാൽ, പക്ഷെ എന്തോ ഭാഗ്യത്തിന് തീർപ്പായി. അതെങ്ങനെയാണെന്ന് അറിയില്ല. ചില കാര്യങ്ങൾ നാച്ചുറലി ശരിയാവും എന്ന് പറയുന്നൊരു സ്കീമുണ്ടല്ലോ, ആ സ്കീമാണ് ഇന്ന് സംഭവിച്ചത്. പ്രശ്നം ഉണ്ടായിരുന്നവരെ വിളിച്ചു, സംസാരിച്ചു. എൻ്റെ തലയുടെ ഒരു സൈഡ് പറഞ്ഞത് പിരിച്ചുവിടാൻ, ഒരു സൈഡ് പറഞ്ഞത് സംസാരിച്ച് അവസാനം ഇത് കൊടുക്കാൻ. പക്ഷെ ശതമാനത്തിൻ്റെ ഇതിൽ പിരിച്ചുവിടണമെന്ന് വെച്ചിരുന്നത്. പക്ഷേ സംസാരിച്ച് തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ആഴ്ച കാണാത്തൊരു സാധനം ഇന്ന് ഞാൻ അവരുടെ കണ്ണിൽ കണ്ടു. അതായത് പിരിച്ചുവിട്ടാൽ പണി പാളും, അഥവാ കാശ് അനിവാര്യമാണ് എന്നുള്ളൊരു സ്കീം. അപ്പം ഞാൻ പിന്നെ സംസാരിച്ചു അവരവരുടെ സൈഡുകളൊക്കെ പറഞ്ഞു. ഇന്ന് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നിന്ന കാര്യം എന്ന് പറയുന്നത്, അവർക്ക് അവരുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മര്യാദ ഉണ്ടായിരുന്നു, ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ളൊരു മര്യാദ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നൊരു റിയാലിറ്റി അവർക്ക് മനസ്സിലായി. അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്ത് ഞാൻ ഇതും കൂടി എൻ്റെ കൂടെ പറഞ്ഞു. കാരണം ഇത് ശീലമാക്കാൻ പറ്റില്ലല്ലോ. ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നം അവരുടെ പേരിൽ വരികയാണെങ്കിൽ വേറെ സംസാരമോ പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല, നേരെ പിരിച്ചുവിടൽ. അത് പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു. അവരതിനൊക്കെ അക്സെപ്റ്റ് ലൈക്ക് എഗ്രി ചെയ്തു. അത് കഴിഞ്ഞ് പ്രശ്നം ഇവർ സംസാരത്തിനിടയിൽ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ബെറ്റർ ലെറ്റ് ഇറ്റ് ബി ദിസ് വേ. അപ്പോൾ ഇവർ പറഞ്ഞതിൽ കൂടുതലായിട്ട് പറഞ്ഞിരുന്ന ഒരാളോട് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഹെഡ്സപ്പ് കൊടുത്തിരുന്നു. പുള്ളിക്കാരനെയും കൂടി വിളിച്ചു. പുള്ളിക്കാരനെയും ഇവരിൽ ഒരാൾ, അധികം പ്രശ്നമില്ലാത്ത ഒരാൾ പുറത്താക്കിയിട്ട് ബാക്കി രണ്ടുപേരെ കൊണ്ടും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇരുത്തി സംസാരത്തിൽ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി അവരൊരു 10 മിനിറ്റ് സംസാരിക്കാൻ വിട്ടു. ഇതിന് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ പാർട്ട് ടൈം ജോലിക്കാണ് വരുന്നത്, അല്ലാണ്ട് ഇവിടെ വലിയ ഇൻ്റർനാഷണൽ യുദ്ധം ചെയ്യാനല്ല വരുന്നത്. അപ്പം മൈൻഡ് ശരിയല്ലെങ്കിൽ ലൈഫ് ബോറാവും. ഇവിടെ ജോലിക്ക് വരുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആ തല്ല് എന്ന് പറഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. പല പോളിഷുകാർ പല പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ എന്ന് വിചാരിച്ചിരിക്കുന്നൊരു ടീമുണ്ട്, 10, 12, 10, 13 പേരുടെ. അതിൽ പ്രശ്നങ്ങൾ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇന്ന് എല്ലാവരും കൈ കൊടുത്ത് എല്ലാം ശുഭമായി അവസാനിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ അവസാനം പിരിച്ചുവിടാൻ വിചാരിച്ച ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അതെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ ചിലവരുടെ മുഖം നോക്കുമ്പോൾ അവരുടെ തെറ്റ് മനസ്സിലാക്കി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പൊറുക്കാൻ പറ്റുന്ന തെറ്റാണെങ്കിൽ പുറത്തു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്താലും മറക്കരുത് എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പം അത് അങ്ങനെ കഴിഞ്ഞു. അതങ്ങനെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കഴിയില്ലാന്ന് വിചാരിച്ച്, പക്ഷെ കഴിഞ്ഞു. പക്ഷേ ഒരു 2 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും, അതായത് A to Z ഇത്രയും കാലം നോട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ടക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. ഇന്ന് കേട്ടു, പ്രശ്നങ്ങൾ മനസ്സിലായി, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. വാക്കാണല്ലോ ഏറ്റവും വലിയ സത്യം. അതിപ്പോൾ എവിടെ പോയിന്ന്, ഈ ലോകത്തിൻ്റെ അവസ്ഥ ചെറിയ എവിടെ പോയിന്ന് തമ്പുരാന് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാനിപ്പോഴും അത്ര കാര്യങ്ങളിൽ ഇത്തിരി ഇതുള്ള ആളാണ്. അപ്പം അതങ്ങനെ പോയി. അതൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ തല ഗ്യാസ് ഒക്കെ മൊത്തം പോയിട്ടുണ്ട്. അമ്മേ, ഞാൻ ഇവിടെ ഒന്ന് കിടക്കായിരുന്നു. സ്റ്റുഡിയോയിൽ കിടക്കാൻ ഇഷ്ടമുള്ള സ്ഥലമുള്ളതിൻ്റെ പേരിൽ വലിയ പ്രശ്നമില്ല. അപ്പം അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഒരുത്തനും കൂടി ഉണ്ട്. അവനും കൂടി ബൈ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു. ഒരുത്തിയും കൂടി ഉണ്ട്. ബൈ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു. ആ വ്യക്തി അവിടെ മുഖം കാണിക്കില്ലെന്ന് തീവ്ര ഇതിലാണ്. എന്നാലും അങ്ങനെയായിരുന്നു ഇന്നത്തെ കലാപരിപാടികൾ. എല്ലാം ശുഭം, എല്ലാം മായ, സർവം മായ. അപ്പം ശരി.